ഹലോ, എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് അല്ല. ഞങ്ങൾ താങ്ക്സ് ഗിവിംഗ് ഒക്കെ ആയപ്പോൾ വെസ്റ്റ് വെർജീനിയയിൽ ഒരു വെക്കേഷൻ ഹോം റെൻറ്റിന് എടുത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഹായ്, നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് താങ്ക്സ് ഗിവിംഗ് ആണ്. നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. മലനിരകളിൽ ഒരു വീട് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഫ്രണ്ട് ആൻഡ് ഫാമിലി ഉണ്ട്. ഏറ്റവും എക്സൈറ്റഡ് ആരാന്നറിയോ? ആരോണ്. കാരണം അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവരുടെ മോൻ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂർ ദൂരമാണുള്ളത്. നമുക്ക് പോവാം. വാ, പോകേണ്ടത് റൈറ്റ്. ഇവിടെ ഇങ്ങനെ കാണിക്കുന്നു. ഞങ്ങളിപ്പോ ഏകദേശം ഇനി 2 മണിക്കൂറും 17 മിനിറ്റും ആണല്ലോ കാണിക്കുന്നത്. വിശക്കുന്നൊന്നുമില്ല, കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പുട്ടും പഴമാണ് കേട്ടോ കഴിച്ചത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയത്. ആരാണ് ഉറക്കം വന്നിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. കൊറോണയൊക്കെ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തോളമായി ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ട്. കഴിഞ്ഞ വർഷം അനിയനും നാത്തൂനും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ലാസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ ഒന്ന് പോയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഒരുപാട് മലനിരകളൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ റെൻറ്റഡ് ഹൗസിലെത്തി. നമുക്ക് വീടിൻ്റെ ഉള്ളൊക്കെ കാണാം. അപ്പോൾ വാ. ഞങ്ങളാണെങ്കിലും ഫോട്ടോസിലൂടെ മാത്രമേ ഈ വീട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു 2 നിലയിലായിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ജാക്കറ്റൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം ഹുക്കൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിനോട് ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ക്ലോസറ്റ് സ്പേസിലാണ് വാഷിംഗ് മെഷീനും ഡ്രയറും പിന്നെ തേപ്പുപെട്ടി, അങ്ങനെ പിന്നെ കുറച്ചധികം ബെഡ്ഷീറ്റുകളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഉള്ളത്. സ്റ്റെയർ കേസും താഴെയൊക്കെ നല്ല വുഡൻ ഫ്ലോറിംഗ് ആണ്. അതുപോലെ തന്നെ മുകളിൽ ബെഡ്റൂമിൽ കാർപ്പറ്റാണ്. നമുക്ക് മുകളിലൊന്ന് പോയി നോക്കാം. കാണുമ്പോൾ കുറച്ച് ചുള്ളിക്കമ്പ് പറക്കി വെച്ചിരിക്കുകയെന്ന് തോന്നുമെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് മുകളിലെ ഏരിയ എന്ന് പറയുന്നത്. താഴേക്ക് നോക്കിയാൽ ഇതുപോലെ നമ്മുടെ ഫയർ പ്ലേസും താഴത്തെ ലിവിങ് റൂമൊക്കെ കാണാം. ഇതാണ് ഒരു ബെഡ്റൂം. ഇതൊരു ക്വീൻ സൈസ് ബെഡാണ്. അവിടെ TV ഒക്കെ ഉണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല നീറ്റായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമായിരുന്നു ഇത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഭിത്തിയിലൊന്നും വെച്ചിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് അവരത് അറേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷേ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഇവിടുത്തെ കളർ കോമ്പിനേഷനൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായൊന്നുമില്ല. ബാത്റൂമിൽ നല്ല വലിയ ജനലുണ്ട്. അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഈ കാണുന്ന ചെടി പ്ലാസ്റ്റിക് ആണ് കേട്ടോ, അത് ഒറിജിനൽ അല്ല. ഇത് കിഡ്സിൻ്റെ ബെഡ്റൂമാണ്. അതുകൊണ്ടാണ് ചെറിയ 2 കട്ടിലുള്ളത്. അവിടെ ഒരു വലിയ ജനവാതിലുണ്ട്. പിന്നെ അവിടെ കിഡ്സിന് പറ്റിയ 2-3 പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ട്. ഇവിടെ ഇങ്ങനെ വലിയ ഭിത്തിയിൽ കർട്ടൺ ഇല്ലാത്ത നല്ല പ്ലെയിൻ ഗ്ലാസ് ഉള്ള ജനലുള്ളതുകൊണ്ട് തന്നെ നല്ല വെട്ടം കയറി വരുന്നുണ്ട് ലിവിങ് റൂമിലേക്കും നമ്മുടെ ആ സ്റ്റെയർ കേസിൻ്റെ അങ്ങോട്ടും ഒക്കെ. അവിടെ നിന്ന് നല്ലോണം നല്ല പുറം ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ടേബിളൊക്കെ ഉണ്ട്. അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് താഴെയുള്ള ഒരു ബാത്റൂം. ഇത് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇവിടെ കണ്ട വാൾ ഡെക്കറിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാൾ ഡെക്കറാണ് ഈ കാണുന്നത്. പൊതുവേ ചെടികളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ടായിരിക്കും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ചെറിയ ബാത്റൂമാണ് കേട്ടോ. ഇതാണ് ലിവിങ് ഏരിയ. ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് ജനലുകൾ ഉള്ളതുകൊണ്ട് നല്ലോണം വെട്ടം വരുന്ന ഒരു ഏരിയ ആണ് ഈ വീടിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത്. എന്താ പറയുക, അടുക്കളയിലേക്കും ഇങ്ങോട്ടേക്കും നല്ലോണം സൂര്യപ്രകാശം വരും.
അവിടെ ഒരു ടി വി ഉണ്ട്, അതുപോലെ തന്നെ ഫയർ പ്ലേസ് ഉണ്ട്. ഫയർ പ്ലേസിൽ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വുഡൊക്കെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അവർ. പക്ഷെ ഞങ്ങളത് കത്തിച്ചൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ താമസിക്കുന്ന ഏരിയനെ അപേക്ഷിച്ച് ഇവിടെ കൂടുതൽ തണുപ്പുള്ള സ്ഥലമാണ്. ഇവിടെ മഞ്ഞ് പെയ്യുന്ന പ്രഡിക്ഷൻ ഉണ്ട്, അതായത് നാളെ കഴിഞ്ഞ് മഞ്ഞ് പെയ്യുന്നതാണ് പറയുന്നത്, അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരെല്ലാം ഇതുപോലെ ഫയർ പ്ലേസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവണം. അതുകൊണ്ടായിരിക്കും അവർ വുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ ഡൈനിങ് ടേബിളാണ് അവരിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് തന്നെ പുറത്തോട്ട് തുറക്കാൻ വേണ്ടിയിട്ട് വലിയ ഗ്ലാസ് ഡോർസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് പോവാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അടുക്കളയാണ്, അത്യാവശ്യം വലിപ്പമുള്ള ഐലൻഡും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അടുപ്പാണ്. ഇവിടെ എല്ലായിടത്തും അങ്ങനെ ഗ്യാസിൻ്റെ അടുപ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഇവിടെ ഗ്യാസിൻ്റെ ആയിരുന്നു. അതുപോലെ ഇവിടെ കുറച്ച് കാണാൻ ഭംഗിയുള്ള മെറ്റലിലൊക്കെ ഉണ്ടാക്കിയ ആപ്പിളും പിയറും ഒക്കെ വെച്ചിട്ടുണ്ട്. അടുപ്പിനോട് ചേർന്നിട്ടിരിക്കുന്ന ചുവന്ന ഭരണികളും അതുപോലെ തന്നെ ഹണി ഒഴിച്ച് വെക്കാനുള്ള ഒരു കുഞ്ഞു ഭരണിയും കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. ഞങ്ങളാണ് കേട്ടോ ആദ്യം പുറപ്പെട്ടതും, അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം എത്തിയത്. ഫ്രണ്ട്സ് ഇതുവരെ വന്നിട്ടില്ല. അവരിന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡും കൊണ്ടാണ് വരുന്നത്. ഇത്രയും യാത്രയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ വെക്കേഷൻ വന്നിരിക്കുന്ന നമ്മൾ റെസ്റ്റ് എടുക്കാൻ കൂടെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. താഴെയാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം. അതിൽ ഈ ബെഡ് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ മലയാളത്തിലെ കുബേരൻ സിനിമയാണ് കേട്ടോ ഓർമ്മ വന്നത്. കാരണം ഇങ്ങനത്തെ പട്ടുമെത്തയൊക്കെ അതിനകത്ത് ഓർക്കുന്നില്ലേ നിങ്ങൾ? ഇങ്ങനത്തെ പട്ടുമെത്തയൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ സിനിമ ഓർമ്മ വരിക. നമ്മളും ഇതുപോലെ വർഷത്തിലൊരിക്കലാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു വീട്ടിലൊക്കെ താമസിക്കാൻ വരുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാണ് ഓർമ്മ വന്നത്. ഒരുപാട് ഡെക്കറേറ്റീവ് പില്ലോസും ആക്സൻ പില്ലോസൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കിടക്കാൻ നേരത്ത് ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണ്ടേ കിടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമാണ് ഇവിടുത്തെ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള ബെഡ്റൂം കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ബാത്റൂമും ഭയങ്കര വലിയ ബാത്റൂമാണ്. അവിടെ എന്താ പറയുക, ഷവറുണ്ട്, അതുപോലെ തന്നെ ബാത്ത് ടബും ഉണ്ട്, പിന്നെ വലിയ ജനാലുണ്ട്. അങ്ങനെ ഇതൊരു ഗ്രാൻഡ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ വീടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കി. പാലെല്ലാം ഞങ്ങളാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ പാലും കൊണ്ട് ഒരു നല്ലൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കും ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈവനിങ് സ്നാക്കായിട്ട് അവിടെ നിന്ന് തന്നെ ഫ്രോസൺ ആയിട്ടുള്ള പരിപ്പോട വാങ്ങിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ അത് ചൂടാക്കി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫ്രോസൺ ആണെങ്കിലും നല്ല തണുപ്പുള്ള ഈ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ചൂട് പരിപ്പോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് അപ്പു. അവൻ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഇളയ മോനാണ് കേട്ടോ. അപ്പോൾ മറ്റവർ രണ്ടുപേരും വന്നപ്പോൾ തന്നെ കളിക്കാനായിട്ട് പോയി. അവർ രണ്ടുപേരും ഒരേ പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ അങ്ങനെ എപ്പോഴും ഒന്നും അവർ കളിക്കാൻ കൂട്ടില്ല. എന്നാലും അവസാനമൊക്കെ ആയപ്പോൾ ഇത് നല്ലോണം കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനൊരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാർ ഓടിച്ച് കളിക്കുന്നതാണ്. അപ്പോൾ അവനിങ്ങനെ ഇഷ്ടമാണ് നമ്മൾ അവൻ്റെ ഒപ്പം കളിക്കുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചേട്ടന്മാരൊന്നും അവനെ പ്രായം കുറവിൻ്റെ ഇത് കാരണം തരം തിരിച്ച് നിർത്തിയേക്കുന്നതുകൊണ്ട് നമ്മൾ കളിക്കുന്നതാണ് അവന് കൂടുതൽ ഇഷ്ടം. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഡിന്നറിന് കൊണ്ടുവന്നിരിക്കുന്നത് ബിരിയാണി, ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നല്ലോണം കഴിച്ചു. പിന്നെ എന്താ പറയുക, കുറച്ച് നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് എല്ലാവരും പോയി കിടന്നുറങ്ങി. കാരണം ഇനി 2 ദിവസം ഉണ്ടല്ലോ, ധാരാളം മിണ്ടാലോ. പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനാണെങ്കിൽ ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ അടുപ്പിൽ സാമ്പാർ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാ എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ മിക്സി അല്ലല്ലോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ തേങ്ങ അരച്ചിട്ടാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരുപാട് നേരം ഇട്ട് കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ചെങ്കിലും അതൊന്ന് അരിഞ്ഞു കിട്ടിയത്. പക്ഷേ ചമ്മന്തി ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കങ്ങ് നല്ലപോലെ നമ്മുടെ വീട്ടിലരയ്ക്കുന്ന പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ പുറത്തെ വ്യൂ. ഇതുപോലെ തന്നെ കുറേ വീടുകളുണ്ട്.
ഇത് ജാക്യുസിയാണ്. അതുപോലെ തന്നെ ഒരു ഗ്രില്ലും അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം. കണ്ടോ, ഞാൻ കഷ്ടപ്പെട്ട് ചമ്മന്തി അരയ്ക്കുന്നതാണ്. അത് എത്ര അരിഞ്ഞിട്ടും എന്താ പറയുക, നല്ലപോലെ അരിഞ്ഞ് കിട്ടിയില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഈ നല്ല തണുപ്പുള്ള ഈ സമയത്ത് തന്നെ നല്ല ചൂട് ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി ഞങ്ങൾ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടെ എല്ലാം നടക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എഴുന്നേറ്റപ്പോൾ കുറച്ച് വൈകിയായിരുന്നു. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇന്ന് ഒരു റെസ്റ്റ് ദിവസമായിട്ടാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നുമില്ല. അവിടെ അടുത്തൊക്കെ നടക്കാൻ പോകണം, അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നടക്കാനിറങ്ങി. ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, അവിടെ ഒരു ചെറിയൊരു ലേക്ക് പോലെയുണ്ട്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പാർക്കുണ്ട്. അത്യാവശ്യം തണുപ്പുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ കുന്നുംപുറമാണ്. അപ്പോൾ നമുക്ക് നല്ല രസമുണ്ട്. മരങ്ങളിലെല്ലാം തന്നെ ഇല കൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ 2 വീട് കണ്ടോ, അത് രണ്ടും ഒരുപാട് വലിയ ബംഗ്ലാവാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-12 ഫാമിലിക്കൊക്കെ ഒരുമിച്ച് വന്ന് വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന 2 വീടുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലത്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ തണുപ്പിൻ്റേതായ ഒരു ഭംഗിയുണ്ടല്ലോ അല്ലേ. പിള്ളേരൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വന്ന എല്ലാ ദിവസങ്ങളിലും ഇവിടെ നടക്കാൻ ഇറങ്ങിയിരുന്നു. നല്ലൊരു ഭംഗിയും എന്താ പറയുക, ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ വന്നിട്ട് നോക്കുകയാണ്. ഞാൻ ബീഫ് ഓൾറെഡി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വരട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് വരട്ടാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി ബീഫ് ഫ്രൈ ആയിട്ട് കഴിക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അതുപോലെ തന്നെ കുറച്ച് ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. കോവയ്ക്ക ഫ്രൈ ചെയ്തു. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മോര് കാച്ചിയതുണ്ടാക്കി. പിന്നെ അച്ചാറും പപ്പടമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാണ് ഉച്ചത്തെ ഊണ്. പിള്ളേരെല്ലാം നല്ല കളിയാണ്. ഓടിപ്പിടുത്തോ പിന്നെ ഹൈഡ് ആൻഡ് സീക്കോ എന്തൊക്കെയാണ് കളിക്കുന്നത്. ഞാൻ ആരോനോട് കുറച്ച് നേരം അപ്പൂൻ്റെ ഒപ്പം കളിക്കാൻ പറഞ്ഞിട്ട് വന്ന് കളിക്കുന്നതാണ്. കാരണം അവന് മാത്രമല്ല ബോറടി ആയിരിക്കും. അപ്പം ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഇതെല്ലാം കൂട്ടി നന്നായിട്ട് കഴിച്ചു. പിന്നെ കഴിപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ എന്താ പറയുക, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. അതൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ചുമ്മാ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോയി. പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഒന്ന് എന്താ പറയുക, ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് വരയൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചുള്ളൂ, കാരണം അതിനുള്ള സമയം പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വൈകിട്ടത്തേക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തും പിന്നെ ബാക്കി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതെല്ലാം തന്നെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് വൈകിട്ട് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങളൊരു വ്യാഴാഴ്ചയാണ് അവിടേക്ക് പോയത്. ഇത് നിങ്ങൾ കാണുന്നത് വെള്ളിയാഴ്ചത്തെ കാര്യങ്ങളാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് പോയത്. പക്ഷേ ശനിയാഴ്ച ഞങ്ങൾ അവിടെ ഒരു ക്യാനൺ വാലി സ്റ്റേറ്റ് പാർക്ക് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. ശനിയാഴ്ച ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ മഞ്ഞ് പെയ്യുന്ന പ്രഡിക്ഷൻ ഉണ്ടായിരുന്നത്. കാര്യം മഞ്ഞ് പെയ്തില്ല, പക്ഷെ നല്ല തണുപ്പായിരുന്നു. നമുക്ക് പുറത്തിറങ്ങുമ്പോഴേക്കും ചെവിയും കയ്യും എല്ലാം നന്നായിട്ട് മരവിച്ച് പോകുന്നുണ്ടായിരുന്നു. കാര്യം തണുപ്പ് മാത്രമല്ല, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കാറ്റും കൂടെ അടിക്കുമ്പോൾ നമുക്ക് മുഖത്തേട്ടൊക്കെ കാറ്റടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്തായാലും അവിടെയൊക്കെ പോയി ചുറ്റി കറങ്ങിയൊക്കെ ആണ് അന്നത്തെ ദിവസം ചിലവഴിച്ചത്. അപ്പോൾ അന്നത്തെ ദിവസം അധികം അങ്ങനെ കുക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ ആ 2 ദിവസം നല്ല കുട്ടികൾക്കാണ് ഏറ്റവും എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നത്. കാര്യം കൊറോണ വന്നേ പിന്നെ ആരോടും അധികം ഓൺലൈൻ ക്ലാസ് ആയ പിന്നെ അധികം ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊരു ചേഞ്ച് അത്യാവശ്യമായിരുന്നു. അപ്പോൾ അവരായിരുന്നു ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നതും അവർക്കാണ് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയതും. ചേട്ടന്മാർ വലിയ വലിയ കളികളൊക്കെ കളിക്കുമ്പോൾ പാവ അപ്പൂന് കളിക്കാൻ ആരും ഇല്ലാണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ്റെ നേരം കുറച്ച് നേരം കളിക്കുന്നതാണ്. ചുമ്മാ അവിടെ ഇങ്ങനെ അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവൻ്റെ ചെറിയ ചെറിയ കളികളൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനായിട്ട് എന്താ പറയുക സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിച്ചു. കുറേ നേരം വർത്താനം പറഞ്ഞു. പിന്നെ ഒരു സിനിമ അവിടെ ഓടിക്കൊണ്ടേ ഇരിപ്പുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ കാണുന്നു, ഇടയ്ക്കൊക്കെ കാണാതിരിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അന്നത്തെ ദിവസം കിടന്നുറങ്ങിയത്.
രാത്രിയായപ്പോൾ രണ്ടുപേര് വളരെ സ്നേഹത്തോടെ ഇരുന്ന് എന്തോ വീഡിയോസ് കാണുന്നതാണ്. കിഡ്സിൻ്റെ എന്തോ വീഡിയോസാണ്. രണ്ടുപേരും കൂടെ ഭയങ്കര സ്നേഹത്തിലിരുന്നാണ് കേട്ടോ കാണുന്നത്. ശനിയാഴ്ച ഞാൻ പറഞ്ഞ പോലെ അധികമൊന്നും ഷൂട്ട് ചെയ്തില്ല. പുറത്ത് പോയപ്പോഴാണെങ്കിലും നല്ല തണുപ്പും കാറ്റും കാരണം ക്യാമറയും അതുപോലെ ട്രൈപോഡൊന്നും ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് കൈ എടുക്കുമ്പോഴേക്കും നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇത് ഞായറാഴ്ച രാവിലെയാണ്, പോവാറായി. പിള്ളേർ വീണ്ടും അവസാന റൗണ്ട് കളികളൊക്കെ ഒന്ന് കളിക്കുന്നതാണ്. ഞങ്ങളവിടെ പാക്ക് ചെയ്ത് എല്ലാം പോവാനായിട്ട് റെഡിയാക്കുന്നുണ്ട്. നമ്മൾ വീടെല്ലാം വീണ്ടും പഴയപടി എല്ലാം നല്ല സെറ്റാക്കി കൊടുത്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാം കാറിലേക്കൊക്കെ എടുത്തു വെച്ച് പോകാനുള്ള റെഡി ആവുകയാണ്. ഇനി എന്നാ ഇങ്ങനെ ഒരു ട്രിപ്പ് വരികയെന്നറിയില്ല. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്തൊരു ക്യാബിനൊക്കെ എടുത്ത് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കുമോയെന്നറിയില്ല, നമുക്ക് നോക്കാം. നമ്മുടെ ട്രിപ്പ് അവസാനിച്ച് നമ്മൾ പോവുകയാണ്. ശരിക്കും എല്ലാവരും മിസ് ചെയ്യും. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഈ കൊച്ചു ചാനലും ഞങ്ങൾ നാത്തൂമാരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബോടെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.